എല്ലാവർക്കും മലയാളം വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർഷദ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റി ബേർഡ് എന്ന ഗെയിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഫ്ലാപ്പി ബേർഡ് എന്നും ക്ലംസി ബേർഡ് എന്ന പേരിൽ ഐഫോണിലും ആൻഡ്രോയിഡിലൊക്കെ വളരെ ഹിറ്റായൊരു ഗെയിം ഉണ്ടായിരുന്നു. അതിൻ്റെ വെബ് വേർഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വെബ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതായത് ബ്രൗസറിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം. ഓക്കെ, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് HTML-ഉം CSS-ഉം jQuery-യും ഉപയോഗിച്ചായിരിക്കും. ആൻഡ് ഈ ട്യൂട്ടോറിയൽ ആക്ച്വലി HTML-ഉം CSS-നെ കുറിച്ചും jQuery-യെക്കുറിച്ചും വളരെ ബേസിക് നോളജുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഡെമോ നമുക്കിപ്പോൾ നോക്കാം. ഇതാണ് ആ ഗെയിം. ഞാൻ ആദ്യം ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ചുവന്ന ബോർഡറുള്ള കണ്ടെയ്നർ കാണും. HTML-ൽ ഒരു ബേർഡ് ഉണ്ട്, ഈ 2 പോൾസ് ഉണ്ട്, സ്കോറും സ്പീഡും കാണിക്കാൻ സ്ഥലങ്ങളുണ്ട്, പിന്നെ ഈ റീസ്റ്റാർട്ട് ബട്ടണും. സോ നമുക്ക് നോക്കാം, കളിച്ചു നോക്കാം. നമ്മുടെ ഉദ്ദേശം ഇതാണ്: ഈ ബേർഡിനെ സ്പേസ് ബാർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് ഈ പോളുകളിൽ ഇടിക്കാതെ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കോർ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോ കുറച്ച് സമയത്തിനിടയ്ക്ക് ഈ സ്പീഡും മാറിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്രമാത്രം പോകുന്നു അത്രമാത്രം സ്കോർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഗെയിം ഓവർ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ ഈ കണ്ടെയ്നറിൻ്റെ മുകൾ ഭാഗത്തിടിക്കുക, അല്ലെങ്കിൽ താഴ്ഭാഗത്തിടിക്കുക, അതുമല്ല എങ്കിൽ ഈ പോളുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇടിക്കുക. ഈ 4 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ ഗെയിം ഓവറാകും. സോ ഗെയിം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ നമുക്കിനി ഇതിനകത്ത് ഏതൊക്കെ ഫയൽസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ 3 ഫയൽസാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കോഡ് ചെയ്യാൻ. index.html ഉപയോഗിക്കുന്നു നമ്മുടെ HTML സ്കെൽറ്റൺ ഉണ്ടാക്കാൻ. style.css ഈ ഉണ്ടാക്കിയ HTML-ന് സ്റ്റൈൽ കൊടുക്കാൻ. പിന്നെ ഒരു script.js ഫയൽ. ഇതിനകത്തായിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ കോഡ് നമ്മൾ എഴുതാൻ പോകുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി, ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്, jQuery. അത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അത് വേണം. പിന്നെ ഒരു കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കോഡ്. കൊളീഷൻ അതായത് നമ്മുടെ ബേർഡ് ആ 2 പോൾസുമായിട്ട് ഇടിച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്, ഏതെങ്കിലും 2 ഡിവോ എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുത്തിട്ട് ഇടിച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റാണിത്. ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. സോ നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഗെയിമിൻ്റെ കോഡ്സൊക്കെ എഴുതിയാൽ മതി. സോ നമുക്കാദ്യം HTML വെച്ച് തുടങ്ങാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് ഒരു HTML5 സ്കെൽറ്റനാണ്. അത് ആക്ച്വലി ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, ടൈറ്റിൽ നമുക്ക് ഒരു ഫ്ലാറ്റി ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൻ്റെ ടൈറ്റിൽ, ഫ്ലാറ്റി ബേർഡ്. ഓക്കെ, അത് മതി. ഇനി നമുക്ക് നോക്കാം ഈ ഡോക് ടൈപ്പ് HTML5ൻ്റെ ഡിഫോൾട്ട് ഡോക് ടൈപ്പ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു HTML ടാഗ് ഓപ്പണും ക്ലോസും ചെയ്തിരിക്കുന്നു. അതിനകത്തൊരു ഹെഡുണ്ട്, ഒരു ബോഡിയുണ്ട്. ബോഡിക്കകത്തായിരിക്കും നമ്മുടെ കമ്പോണൻസ് ഒക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. ഹെഡിനകത്ത് മെറ്റ, കാസറ്റ് ആൻഡ് ടൈറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡിക്കകത്ത് നമ്മുടെ കണ്ടൻസ് എഴുതി തുടങ്ങാം. ഞാൻ ഗെയിമിൽ കാണിച്ചതുപോലെ ഏറ്റവും ആദ്യം ഉള്ളത് കണ്ടെയ്നറാണ്. സോ നമുക്ക് ആ കണ്ടെയ്നർ ഡിവ് എഴുതാം. ഡിവ് വിത്ത് ID കണ്ടെയ്നർ. ഓക്കെ, ഇനി അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബേർഡ്, അതൊരു ഡിവ് ആക്കാം നമുക്ക്. പിന്നെ ഈ 2 പോളുകൾ, ഈ 3 സാധനങ്ങൾ മാത്രമാണ് കണ്ടെയ്നറിനകത്തുള്ളത്. ഓക്കെ, വീണ്ടും ഒരു ഡിവ്, ID ബേർഡ്, പിന്നെ 2 ഡിവ്, ID ആദ്യത്തേത്, ഇത് പോളിന് വേണ്ടിയിട്ടുള്ളത്. സോ Pol_1 ആദ്യത്തെ പോള്. രണ്ടിനും സെയിം ക്ലാസ് നമുക്ക് ഉപയോഗിക്കാൻ, സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ID ഡിഫറെൻ്റ് ആയിരിക്കും. വീണ്ടും ഒരു ഡിവ് വിത്ത് ID Pol_2 ആൻഡ് ക്ലാസ്, സെയിം ക്ലാസ് നമുക്ക് ഉപയോഗിക്കാം, പോൾ. സോ കണ്ടെയ്നറായി, അതിനകത്തുള്ള ബേർഡായി,
അതിനകത്തുള്ള 2 പോൾസായി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ സ്കോറും സ്പീഡും കാണിക്കാനുള്ള ഒരു സ്ഥലമാണ്. നമുക്കതിനെ ഈ കണ്ടെയ്നറിന് പുറത്തിടാം. ഡിവ്, അതിനൊരു ID സ്പീഡ് അണ്ടർസ്കോർ സ്കോർ അണ്ടർസ്കോർ ഡിവ് എന്നൊരു പേര് കൊടുക്കാം. ഇനി നമുക്കതൊരു സ്പീഡും സ്കോറും കാണിക്കാനുള്ളത് ഒരു B ടാഗ് ഇടാം. അതിനകത്ത് എന്താ ഉള്ള ഒരു B ടാഗിൽ ആദ്യം നമുക്ക് സ്കോർ കാണിക്കാം. സ്കോറിനാണുള്ള ഇമ്പോർട്ടൻസ്. സ്കോർ എന്ന് പറഞ്ഞ് കാണിക്കാൻ നമുക്കൊരു സ്പാൻ ഉപയോഗിക്കാം. ID സ്കോർ കൂടുന്നത് നമ്മൾ ഈ സ്പാനിനകത്തായിരിക്കും നമ്മൾ കാണിക്കുക. സോ ആദ്യം സ്കോറൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്കതിനെ 0 സ്കോറായി എടുക്കാം. ഇനി നമുക്ക് സ്പീഡ് കാണിക്കണം. സ്പീഡ് കാണിക്കാൻ ഇതുപോലൊരു B ടാഗ് ഈ ഡിവിനകത്ത് തന്നെ ഇടാം. അതിന് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞൊരു ID കൊടുക്കാം. അത് നമുക്ക് തുടക്കം നമ്മൾ സ്പീഡ് 0യോ 5, ഞാനിപ്പോൾ ഇവിടെ 5 ആണ് കൊടുക്കുന്നത്. തുടക്കം തന്നെ കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, ഇനി നമുക്കൊരു ഈ കൺട്രോൾ എവിടെയാണെന്ന് ഏത് കീ ഉപയോഗിച്ചാൽ കൺട്രോൾ എന്നറിയിക്കാൻ നമ്മുടെ ഇത് കളിക്കുന്ന പ്ലേയേഴ്സിനെ അറിയിക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടൊരു ഡിവ് ഇടാം. ഞാൻ ഡെമോയിൽ അതിപ്പോൾ കാണിച്ചു തരാം. ഒരു മുമ്പ് എഴുതിട്ടോടെ പിക്കകത്ത് പ്ലീസ് യൂസ് സ്പേസ് ബാർ ടു കൺട്രോൾ ദ ബേർഡ്. ഓക്കെ, അങ്ങനെ നമ്മുടെ HTML-ലെ തുടക്ക പരിപാടികളൊക്കെ കഴിഞ്ഞു. സ്കെലിറ്റൻ നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്തു. ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മളൊരു ബട്ടൺ, ആ റീസ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ഇടാൻ വിട്ടുപോയി. അതുകൂടെ ഇട്ടേക്കാം. ബട്ടൺ, അതിന് നമുക്ക് ID റീസ്റ്റാർട്ട് അണ്ടർസ്കോർ BTN ബട്ടണിന് കൊടുക്കാം. ടെക്സ്റ്റ് അതിനകത്ത് വരേണ്ടത് റീസ്റ്റാർട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീസ്റ്റാർട്ട് ബട്ടണായി. ഇനി നമുക്ക് ആക്ച്വലി ഇതൊന്ന് നോക്കാം. ഇത് HTML എഴുതിയപ്പോൾ എന്താണ് ബ്രൗസറിൽ വരുന്നതെന്ന്. ക്രോമിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിക് HTML വന്നു കഴിഞ്ഞു. കണ്ടെയ്നർ കാണാൻ പറ്റുന്നില്ല. അതിനകത്തുള്ള ബേർഡും 2 പോളും കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, നമ്മുടെ ഇതിവിടെ കിടക്കട്ടെ, നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം. ഇതിലായിരിക്കും നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്റ്റൈലായിരിക്കും. സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് ഈ style.css എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ index.html-ൽ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്കത് ആദ്യം ചെയ്യാം. ലിങ്ക് ടാഗ് ഉപയോഗിച്ചാണ്. സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ബാർ CSS, എൻ്റെ പേര് style.css. നമ്മൾ ആ കൊടുത്തിരിക്കുന്ന പേര് ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാം ഒരേ ഫോൾഡറിലാണ്, അത് കാരണം കൂടുതൽ ബുദ്ധിമുട്ടില്ല. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ HTML ചെയ്ത കാര്യങ്ങളെ സ്റ്റൈൽ ചെയ്യാം. ആദ്യമായി നമുക്ക് നമ്മുടെ ബോഡിക്ക് കുറച്ച് ഇത് കൊടുക്കാം. അതായത് ഒരു ഹൈറ്റ് ഒരു 100%, ഒരു വിഡ്ത്തും ഒരു 100%, എന്നിട്ടൊരു മാർജിൻ 0യും കൂടെ നമുക്ക് കൊടുക്കാം. അതൊരു എന്താ പറയുക, ഒരു ബേസിക് സ്റ്റെപ്പായിട്ട് കരുതിക്കോളൂ. അടുത്തത് നമുക്ക് എന്തിനാണ് കൊടുക്കേണ്ടത്? നമുക്ക് നമ്മുടെ ആദ്യമുള്ളത് എന്താണ്? ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കണ്ടെയ്നറിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. കണ്ടെയ്നറിൻ്റെ ഐഡിയ എന്തായിരുന്നു? കണ്ടെയ്നർ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം ആ ഐഡിയ വെച്ചാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പൊസിഷനാണ്. അത് നമുക്ക് റിലേറ്റീവായിട്ട് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഹൈറ്റ് ഏകദേശം ഒരു 400 പിക്സൽ കൊടുത്ത് നോക്കാം. ഇനി ഒരു വിഡ്ത്ത് പെർസെൻറ്റേജിൽ കൊടുക്കുക, ഒരു 90%. ഏകദേശം നടുക്ക് നിൽക്കുന്ന രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടാണ്. നടുക്ക് നിൽക്കുന്ന രീതിയിൽ തോന്നണമെങ്കിൽ ഒരു മാർജിൻ കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു ബോർഡർ കൊടുത്ത് നോക്കാം.
ഒരു 2 പിക്സൽ റെഡ് കളറിലുള്ള സോളിഡ് ബോർഡർ കൊടുക്കാം. ഇനി നമുക്ക് ആകാശം എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആലീസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് കൊടുക്കാം. ഇനി നടുക്ക് നിൽക്കുന്നു. അതിന് മുമ്പ് നമുക്കൊന്ന് ഇതിൻ്റെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാമല്ലോ. യെസ്, നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. മനസ്സിലായി. നമ്മുടെ കണ്ടെയ്നർ ഇപ്പോൾ നടുക്ക് നിൽക്കാൻ വേണ്ടി അതിന് 90% വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 5% വിഡ്ത്ത് നമുക്ക് കിട്ടും. അതിന് നമുക്ക് മാർജിനായിട്ട് കൊടുക്കാം. മാർജിൻ ലെഫ്റ്റ് ഒരു 5% കൊടുത്തു നോക്കാം. റിഫ്രഷ് ചെയ്യാം. ഏകദേശം ഒരു നടുക്കായിട്ട് കിട്ടി. ഇത് ധാരാളം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് സ്റ്റൈൽ ചെയ്യാനുള്ളത്? ബേർഡ്. ഈ ബേർഡിന് നമുക്ക് ഒരു PNG നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ ആ ഡിവിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്താൽ ആ ബേർഡ് അവിടെ വന്നോളൂ. വേണമെങ്കിൽ നമുക്ക് ആ ബേർഡിന് പിക്ചർ ഉപയോഗിക്കാതെ HTML CSS ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാം. പക്ഷേ അതിന് കുറച്ചുകൂടി സമയം എടുക്കും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. ഈ ട്യൂട്ടോറിയൽ വലിച്ച് നീണ്ടങ്ങ് പോകും. സോ അതിന് പകരം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി ആ PNG ആ പിക്ചർ ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. ബേർഡിന് നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ID ബേർഡ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അതെ, ബേർഡ് സ്റ്റൈൽ ചെയ്യാം. ബേർഡിന് ആക്ച്വലി പൊസിഷൻ അബ്സല്യൂട്ട്. ഇവിടെ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്നറിനകത്ത് വരുന്നതാണ് ഈ ബേർഡ്. സോ ഇതിൻ്റെ പൊസിഷൻ ഇതുമായിട്ട് റിലേറ്റീവായിട്ട് കിടന്നുള്ളൂ. അത് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. യെസ്, ഇനി ആ പക്ഷി അവിടെ കൊണ്ടുവരണം. അതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് URL എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ bird.png എന്ന് പറഞ്ഞ ഫയലിനെ കൊടുക്കാം. നമുക്ക് നോക്കാം വന്നോന്ന്. വന്നിട്ടില്ല. പൊസിഷൻ സെറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈറ്റ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് ഒരു 42ഉം ഒരു വിഡ്ത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 65 പിക്സലുമാണ്. നോക്കട്ടെ. യെസ്, ഏകദേശം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അതിനെ മൊത്തം കാണാൻ ബാക്ക്ഗ്രൗണ്ട് സൈസ് കണ്ടെയ്ൻ എന്ന പ്രോപ്പർട്ടി കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നോ റിപ്പീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞു. ഇനി അയാളെ നമുക്കൊന്ന് അലൈൻ ചെയ്യണം. ഈ ഗെയിമിൽ കാണുന്ന പോലെ ഗെയിമിൽ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇവിടെയാണ് വരുന്നത്. സോ അദ്ദേഹത്തെ നമുക്ക് അവിടെ നിന്ന് അലൈൻ ചെയ്യാം. അതിന് നമ്മുടെ CSS ടോപ്പും ലെഫ്റ്റും ആയിരിക്കും ഉപയോഗിക്കുന്നത്. CSSലെ ടോപ്പ് % കൊടുത്തു കഴിയുമ്പോൾ താഴത്തോട്ട് നീങ്ങും ആൾ. ലെഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നീങ്ങും. നമുക്ക് നോക്കാം. ടോപ്പ് ഒരു ഏകദേശം 20%, ലെഫ്റ്റ് ഒരു 15% കൂടെ കൊടുത്തു നോക്കാം. ആളെവിടെ എത്തുന്നു എന്ന് നോക്കാം. യെസ്, ടോപ്പ് അഫക്റ്റ് ആയിട്ടില്ല. തെറ്റിപ്പോയി. യെസ്, അദ്ദേഹം ഇവിടെ എത്തി. ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബേർഡിൻ്റെ സ്റ്റൈൽ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണുള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. HTML എടുക്കുക. പോൾ 1, പോൾ 1ഉം പോൾ 2നും ഏകദേശം എല്ലാം സിമിലറാണ്. അതുകൊണ്ട് നമുക്ക് ആ സെയിം സ്റ്റൈൽസൊക്കെ ഈ പോൾ എന്നും പറഞ്ഞ ക്ലാസ്സിന് കൊടുക്കാം. സോ ഡോട്ട് പോൾ ക്ലാസ്സാണ്, അതുകൊണ്ട് ഡോട്ട് പൊസിഷൻ അതിനകത്തായോണ്ട് അബ്സല്യൂട്ട്. ഒരു ഹൈറ്റ് തെറ്റിപ്പോയി. ഹൈറ്റ് ഒരു 150-130 പിക്സൽ കൊടുത്ത് നോക്കാം. വിഡ്ത്ത് കുറവല്ലേ, സോ ഒരു 50 പിക്സൽ. പിന്നെന്താ ഉള്ളത്? ആ ബാക്ക്ഗ്രൗണ്ട് കളർ അതാണെന്ന് അറിയണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. ഒരു റെഡ് കൊടുക്കാം. ഇപ്പോൾ അത്രയും കൊടുത്തിട്ട് നമുക്ക് ആളെ നോക്കാം. യെസ്, രണ്ടുപേരും വന്നിട്ടുണ്ട്. ഒരാളുടെ മുകളിലാണെന്നേ ഉള്ളൂ. അത് കാരണം താഴത്ത് കിടക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഉടനെ ചെയ്യാം. ഓക്കെ, അവർ രണ്ടുപേരെയും നമുക്കൊന്ന് കാണിക്കാം. അതിനകത്ത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് Paul_1നെ നമുക്ക് എവിടെയാണ്? മുകളിൽ വേണം. സോ ടോപ്പ് പുള്ളിക്ക് 0 കൊടുക്കാം.
ഇപ്പോഴും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണത്തില്ല, കാരണം മറ്റേ ആൾക്ക് കൊടുത്തിട്ടില്ല. അയാളുടെ ID Paul_2. അയാളെ നമുക്ക് താഴത്താണ് വേണ്ടത്, ബോട്ടം 0. ബോട്ടം 0 കൊടുത്തു. പൊസിഷൻ അബ്സല്യൂട്ട് ആയതുകൊണ്ട് അദ്ദേഹം മുകളിലും താഴെയായിട്ട് വന്നോളൂ. റിഫ്രഷ് ചെയ്യുന്നു. യെസ്, Paul 1 മുകളിലും കിട്ടി, Paul 2 താഴെയും കിട്ടി. Paul 1 ടോപ്പ് 0, 2 ബോട്ടം 0. ഓക്കെ, ഇനി നമുക്ക് ഇവർ രണ്ടുപേരും നമുക്ക് എവിടെയാണ് വേണ്ടത്? ഗെയിം തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും സ്ക്രീനിൽ കാണില്ല. ജസ്റ്റ് വലത് നിന്ന് ഇടത്തോട്ട്, ഇവിടെ ഏതോ ഒരു പൊസിഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി വരത്തേ ഉള്ളൂ. സോ ഇവർക്ക് രണ്ടുപേരും സെയിം ആണ്. സോ ആ കോമൺ ക്ലാസ്സിന് CSS റൈറ്റ് വെച്ച് അവനെ നമുക്ക് ഹിഡൻ ആക്കാം. ഒരു മൈനസ് വാല്യൂ കൊടുത്താൽ അദ്ദേഹം അവിടെ ആ കണ്ടെയ്നറിന് വെളിയിലേക്ക് പോയിക്കോളും. നമുക്കൊന്ന് നോക്കാം. യെസ്, കണ്ടെയ്നറിന് വെളിയിൽ പോയി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്നറിന് ഓവർഫ്ലോ ഹിഡൻ കൊടുത്താൽ മാറാവുന്ന കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ ഓവർഫ്ലോ ഹിഡൻ കൊടുത്തപ്പം കണ്ടെയ്നറിന് വെളിയിൽ പോകുന്ന കാര്യങ്ങളെ കാണാൻ പറ്റാതെ ആയി. കണ്ടെയ്നറിനകത്താണ് ആളുള്ളത്, അത് കാരണം അത് വെളിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഈ ഓവർഫ്ലോ ഹിഡൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. സോ നമ്മുടെ CSS ഏകദേശം കഴിയാറായി. മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുടെയൊക്കെ CSS കഴിഞ്ഞു. ഇനി ഈ സ്കോറും സ്പീഡും ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് ചെയ്യാം. അടുത്തത് ഏതാണെന്ന് നോക്കട്ടെ. ഈ സ്പീഡ് സ്കോർ div ആണ്. ചെയ്യാം. അതിൻ്റെ ID speed_score_div. അതിന് എന്ത് കൊടുക്കും? ഒരു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്ത ശേഷം ഒരു ഫോൺ സൈസ് കൂടെ കൊടുക്കാം. ഇച്ചിരി വലുതായിട്ട് നമുക്ക് കാണുമല്ലോ. ഒരു 40 പിക്സൽ ഫോൺ സൈസും കൊടുത്തിട്ട് ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഓഹോ, അയാൾ സെറ്റായി, അവർ രണ്ടുപേരും സെറ്റായി. ഇനി ഈ ഹെൽപ്പും റീസ്റ്റാർട്ട് ബട്ടനുമാണ്. നോക്കട്ടെ, ഹെൽപ്പിന് നമുക്ക് ID കൊടുത്തിരിക്കുന്നത് എന്താണ്? div ID ആണ് ഹെൽപ്പ്. #help ഒരു ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ കൊടുക്കാം. അപ്പോൾ അദ്ദേഹം നടുക്ക് വന്നോളും. ഓക്കെ, സെറ്റായി. ബട്ടൺ, റീസ്റ്റാർട്ട് ബട്ടൺ ആക്ച്വലി നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ കാണാറില്ല. ഗെയിം ഓവർ ആകുമ്പോൾ മാത്രമാണ് അദ്ദേഹം വരാറുള്ളത്. സോ അദ്ദേഹത്തെ അങ്ങനെ രീതിയിൽ നമുക്ക് ക്രമീകരിക്കണം. അദ്ദേഹത്തിൻ്റെ ID എന്താണ്? restart_btn. ഓക്കെ, restart_btn. പൊസിഷൻ ഒരു അബ്സല്യൂട്ട് കൊടുക്കാം. ടോപ്പ് ഒരു 0 കൊടുക്കാം. മുകളിലാണല്ലോ വരേണ്ടത്. വിഡ്ത്ത് ഒരു 100%. ഫുൾ വിഡ്ത്തിലാണ് നമുക്ക് അദ്ദേഹത്തെ വേണ്ടത്. നമുക്ക് നോക്കട്ടെ. ഓക്കെ, വന്നു. പക്ഷെ കുറച്ച് സ്പേസ് കുറവാണല്ലേ അകത്തെ. അത് നമുക്കൊരു പാഡിങ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ഥലം മാറിപ്പോയി. പാഡിങ് ഏകദേശം ഒരു 20 പിക്സലോ 15 കൊടുക്കാം. ഓ, ഇത് ധാരാളം, 20 ധാരാളം. ഒരു എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. എന്താ പറയുക, എന്തെങ്കിലും. നമ്മളിപ്പോൾ അതിന് സമയം കളയണ്ട. ബ്ലൂ. ഓക്കെ, വന്നു കഴിഞ്ഞു. ഇനി അതിനകത്തുള്ള ടെക്സ്റ്റ് കാണണമെങ്കിൽ അതിൻ്റെ കളർ വൈറ്റ് ആകണം, കാരണം നമ്മൾ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. കളർ വൈറ്റ് കൊടുത്തു. ഫോൺ സൈസ് ഇച്ചിരി കൂട്ടാം. ഫോൺ സൈസ് ഓക്കെ, ഒരു 35 പിക്സൽ കൊടുക്കാം. കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ആ ബോർഡർ അങ്ങ് എടുത്ത് കളയാം. നോക്കട്ടെ എന്തായി. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്ലാറ്റ്, നമ്മുടെ ഗെയിം പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ലുക്കായിട്ടുണ്ട് ആൾക്ക്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കർസർ നമുക്കൊരു പോയിൻ്റർ ആക്കാം, കാരണം എങ്കിലേ അത് ക്ലിക്കബിൾ ആയെന്ന് മനസ്സിലാവും. കർസർ പോയിൻ്റർ ആക്കിയ യെസ്, അദ്ദേഹത്തിൻ്റെ റിഫ്രഷ് ചെയ്തില്ല. ഓ, ഇപ്പോൾ ക്ലിക്കബിൾ ആണെന്ന് മനസ്സിലായി.
ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തുടക്കത്തിൽ വേണ്ട, ഗെയിം ഓവർ ആകുമ്പോൾ മാത്രം മതി. സോ ഡിസ്പ്ലേ നൺ നമ്മൾ ആദ്യം കൊടുക്കുന്നു. ഇദ്ദേഹം ഗെയിം തുടങ്ങുമ്പോൾ ഇനി കാണില്ല. ഇദ്ദേഹത്തിന് ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് വഴിയായിരിക്കും. ഗെയിം ഓവർ ആകുമ്പോൾ അദ്ദേഹത്തെ കാണിക്കും റീസ്റ്റാർട്ട് ബട്ടൺ. സോ നമ്മുടെ HTML കഴിഞ്ഞു, CSS കംപ്ലീറ്റ് കഴിഞ്ഞു, ഏകദേശം മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ചെറിയൊരു മാർജിൻ ടോപ്പ് കൊടുക്കാം അല്ലേ, കുറച്ച് സ്പേസ് മുകളിൽ കിട്ടാനായിട്ട്. കുറച്ച് നമ്മുടെ കണ്ടെയ്നറിന് വേണമെങ്കിൽ കൊടുക്കാം. മാർജിൻ ലെഫ്റ്റിന് ശേഷം ഒരു മാർജിൻ ടോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയും കാണുന്നില്ല. നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാർജിൻ ടോപ്പ് ഒരു 10 പിക്സലോ മറ്റോ കൊടുക്കാം. മതി. ഇത് ക്ലീനാണ് ഇപ്പോൾ ആള്. ഈ കണ്ടെയ്നർ നമുക്ക് ബോഡിയിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. സോ HTML CSSും ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞു. ബേർഡായി, കണ്ടെയ്നറായി, 2 പോളുണ്ട്. അദ്ദേഹം ഇപ്പുറത്താണ്, നമ്മളവിടെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗെയിം തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി വന്നോളും. ബാക്കി സ്കോറായി, സ്പീഡായി, പിന്നെ ഹെൽപ്പ് ടെക്സ്റ്റും ആയി. സോ ഇനി നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങാം. അത് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയുന്നു. എല്ലാവരും അടുത്ത പാട്ടും ഉറപ്പായിട്ടും കാണുക. ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്.